തിരികെ വാർത്തയിലേക്ക്. മലേഷ്യയിൽ ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകര സംഘ രൂപീകരണ ശ്രമം തകർത്ത് മലേഷ്യൻ പോലീസ്. IS-ലേക്ക് ബംഗ്ലാദേശി പ്രവാസി സമൂഹത്തിൽ നിന്നുമാണ് അംഗങ്ങളെ സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ്, ടെലിഗ്രാം പോലുള്ള മെസഞ്ചർ ആപ്ലിക്കേഷനുകൾ വഴിയും റിക്രൂട്ട് ചെയ്തിരുന്നതെന്ന് മലേഷ്യൻ പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. മലേഷ്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരസംഘ രൂപീകരണ ശ്രമം തകർത്ത മലേഷ്യൻ പോലീസ്. IS-ലേക്ക് ബംഗ്ലാദേശി പ്രവാസി സമൂഹത്തിൽ നിന്നാണ് സോഷ്യൽ മീഡിയ വഴി റിക്രൂട്ട് ചെയ്തതെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന മിഡിൽ ഈസ്റ്റിൽ രാജ്യങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായം എത്തിക്കുവാനുള്ള ശ്രമം എന്ന വ്യാജേന ആരംഭിച്ച ഗ്രൂപ്പുകൾ ഭീകര സംഘടനകളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി മാറിയത് കണ്ടെത്തിയത് മലേഷ്യൻ പോലീസിന്റെ കൃത്യമാർന്ന പ്രവർത്തനത്തിന്റെ ഫലമായാണ്. പ്രവാസി സമൂഹത്തിൽ നിന്നാണ് അംഗങ്ങളെ സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ്, ടെലഗ്രാം പോലുള്ള മെസഞ്ചർ ആപ്ലിക്കേഷൻ വഴിയും റിക്രൂട്ട് ചെയ്തിരുന്നതെന്ന് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ദാദുക് സെരി മുഹമ്മദ് ഖാലിദ് ഇസ്മായിൽ വ്യക്തമാക്കി. ബംഗ്ലാദേശിലും സിറിയയിലും IS-ന് ധനസഹായം നൽകുന്നതിനായി അന്താരാഷ്ട്ര ബാങ്ക് ട്രാൻസ്ഫർ സേവനങ്ങളിലൂടെയും ഈ വാലറ്റുകളിലൂടെയുമാണ് പണം സ്വരൂപിച്ചിരിക്കുന്നത്. വാർഷിക അംഗത്വ ഫീസായി ഓരോ വ്യക്തിയിൽ നിന്നും 500 റിം വീതം പിരിച്ചെടുത്തതായി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ മലേഷ്യ ബംഗ്ലാദേശി പ്രവാസികളുടെ ഇഷ്ട രാജ്യങ്ങളിലൊന്നാണ്. ISIS ശൃംഖലയിൽ ഒരു മലേഷ്യക്കാരനും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് IGP ഇസ്മായിൽ വ്യക്തമാക്കുന്നത്. മലേഷ്യ IS-ന്റെ ലക്ഷ്യമല്ലെന്നും റിക്രൂട്ട്മെന്റിനും ധനസഹായത്തിനുമുള്ള ഒരു സ്ഥലമായി മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫാക്ടറികളിലും നിർമ്മാണ സ്ഥലങ്ങളിലും സേവന മേഖലകളിലും ജോലി ചെയ്തിരുന്ന 25-നും 35-നും ഇടയിൽ പ്രായമുള്ള 36 ബംഗ്ലാദേശികളെ അധികൃതർ പിടികൂടിയിട്ടുണ്ട്. ഏപ്രിൽ 28-ന് സെലാങ്കൂരിൽ 6 പേരെയും തുടർന്ന് മെയ് 7-ന് ജോഹോറിൽ 14 പേരെയും അറസ്റ്റ് ചെയ്തു. ജൂൺ 19-നും 21-നും ഇടയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 16 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇവരിൽ 5 പേർക്കെതിരെ IS എന്ന ഭീകര സംഘടനയിൽ അംഗങ്ങളാണെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. 15 പേരെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തും. ശേഷിക്കുന്ന 16 തൊഴിലാളികളെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണെന്നും കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഇൻസ്പെക്ടർ ജനറൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.